ഭാര്യയെ കൊന്ന ശേഷം അപകടമരണമെന്ന് വരുത്തി തീർക്കാൻ ശ്രമം. പടികളിൽ നിന്ന് വീണു മരിച്ചുവെന്ന വാദം. ഡമ്മി ഉപയോഗിച്ച് തെളിവ് ശേഖരിച്ച് പോലീസ്. രാജസ്ഥാനിലെ ജലവാർ ജില്ലയിൽ നടന്ന സംഭവത്തിലേക്കാണ് പോകുന്നത്. ഡേവിഡ് എന്നറിയപ്പെടുന്ന 28-കാരനായിട്ടുള്ള ദേവ് കൃപാൽ മീന, ഇയാളാണ് പ്രതി. 2025 നവംബറിലാണ് അക്ലേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചാന്ദിപ്പൂർ ഗ്രാമത്തിലെ ആ ഭർത്താവിന്റെ വീട്ടിൽ നിമന്ത എന്നറിയപ്പെടുന്ന 27 വയസ്സുകാരിയായിട്ടുള്ള രേണുവിന്റെ മരണം സംഭവിക്കുന്നത്. അപകട മരണം ആണ് എന്നാണ് അധികൃതർ ആദ്യം കരുതിയത്. രേണുവിന്റെ കുടുംബം പോലും ആ മരണത്തിന് കാരണം ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയാണെന്ന് കരുതിയിരുന്നു. എന്നാൽ പോലീസിന് തോന്നിയ ചില സംശയങ്ങൾ, അതാണ് കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഈ രേണുവിന്റെ ഭർത്താവ് ഡേവിഡ് എന്ന് വിളിക്കുന്ന ഇയാൾ ഉയരത്തിൽ നിന്നുള്ള പടിയിൽ നിന്ന് വീണ് മരിച്ചു, അപകടത്തിൽ പറ്റിയ മരണമാണ് എന്നാണ് ആദ്യം പോലീസിനെയും ബന്ധുക്കളെയും ധരിപ്പിച്ചത്. അത്തരത്തിലാണ് കാര്യങ്ങൾ ആദ്യം പോയത്. പക്ഷേ പിന്നീട് അതിന്റെ ഗതി മാറി. ശരീരത്തിലെ മുറിവുകളിലും അപകടമരണം സംഭവിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്തെ സാഹചര്യങ്ങളിലെ അസ്വാഭാവികതയിലും സംശയങ്ങൾ ഉയർന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേണു എന്ന ഈ സ്ത്രീയുടെ ശരീരത്തിൽ 19 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വീഴ്ചയല്ല, ഈ മുറിവുകളാണ് അവളുടെ മരണത്തിന് കാരണമെന്നും മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തലുണ്ടായി. അങ്ങനെയാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും കൊലപാതക കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നതും. ഫോറൻസിക് പരിശോധനയിലാണ് ഒരു മൽപ്പിടുത്തം നടന്നതിന്റെ സൂചനകൾ അവിടെ കണ്ടെത്തിയത്. രക്തക്കറകളും ഒപ്പം ആ മുറിയിലെ തകർന്നു വീണ സാധനങ്ങളുമൊക്കെ സാഹചര്യ തെളിവുകളായി. ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി പോലീസ് ഈ അന്വേഷണത്തിനിടയിൽ കണ്ടെത്തി. കൊലപാതകം കഴിഞ്ഞ് ആ കൊലപാതക ശേഷം ആ മൃതദേഹം ആ വീട്ടിൽ തന്നെ ഉപേക്ഷിച്ച ശേഷം ഇയാൾ കാറെടുത്ത് ഒരു ഹോട്ടലിലേക്കാണ് പോയത്. അവിടെ താമസിക്കാൻ പോയതാണ്. മറ്റൊരു സ്ത്രീയുമായി കഴിയുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. ആ സ്ത്രീയുമായി ആ രാത്രി ചെലവിട്ട ശേഷം പിറ്റേന്ന് പുലർച്ചെ അതിരാവിലെ തന്നെ ഹോട്ടലിൽ നിന്നും വീട്ടിലേക്ക് എത്തിയാണ് രേണുവിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തി. ശാസ്ത്രീയമായിട്ട് തെളിവ് ശേഖരണമായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന്. CBI ഡയറിക്കുറിപ്പ് എന്ന സിനിമ ഓർമ്മയുണ്ടാകും. ആ സിനിമയിൽ കണ്ടതുപോലെ ഡമ്മി പരീക്ഷണവും ഇതിനിടെ നടന്നു. അതായത് ഈ പടിയിൽ നിന്നും വീണാണ് ഭാര്യയ്ക്ക് അപകടം സംഭവിക്കുന്നത് എന്നായിരുന്നു ഈ ഭർത്താവായിട്ടുള്ള ഡേവിഡിന്റെ മൊഴി. അത് ശരിയാണോ എന്നറിയാൻ രേണുവിന്റെ ഉയരവും അതേ ഭാരവുമുള്ള ഒരു ഡമ്മി തയ്യാറാക്കി ആ പടിയിൽ നിന്നും വീണാലുണ്ടാകുന്ന ഇമ്പാക്റ്റ് പരിശോധിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു അന്വേഷണ സംഘം. ഈ കുറ്റകൃത്യത്തിന് പിന്നിലെ കാരണം ദാമ്പത്യത്തിലെ ചില അസ്വാരസ്യങ്ങളാണ് എന്നാണ് അധികൃതർ പറയുന്നത്. ദേവ് കൃപാൽ വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. രേണു ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. അതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം. അതാണ് തർക്കത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും മർദ്ദനം വഴിയുള്ള കൊലപാതകത്തിലേക്കും നയിച്ചതെന്ന് പോലീസ് പറയുന്നു.
हमें एक सूचना मिली कि किसी महिला की सीढ़ियों से गिरने से मृत्यु हो गई, जिसमें चूँकि शादी को कुछ ही साल हुए थे। ऐसी परिस्थितियों के मद्देनजर पुलिस की टीम वहां पहुंची, लेकिन किसी पक्ष द्वारा FIR नहीं देने व शक सुबह जाहिर नहीं करने किया। उसके बावजूद पुलिस ने, चूंकि शादी के कुछ सालों बाद इस तरह संदिग्ध परिस्थितियों में मृत्यु होने की वजह से मेडिकल बोर्ड से पोस्टमार्टम करवा के नियमानुसार कार्रवाई की गई। ഇതിനിടെ ഇയാൾ പോലീസിനെ ആക്രമിക്കാനും ഒരു ശ്രമം നടത്തി. ശനിയാഴ്ച കോട്ടയിൽ വെച്ച് ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു സംഘർഷം തന്നെ ഉണ്ടായി. പോലീസിന് നേരെ ഇയാൾ കല്ലെറിഞ്ഞു. ഒപ്പം അദ്ദേഹത്തിന്റെ വാഹനം ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഇടിച്ചു കയറ്റാനുള്ള ശ്രമവും നടന്നു. ഇതിന് പോലീസ് പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാലും സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി ഇടപെടുന്ന ഒരു ഇൻഫ്ലുവൻസറായിട്ടാണ് ഈ ഡേവിഡിനെ പറയുന്നത്. ഡേവിഡ് ഭായ് എന്നുള്ള പേരിൽ ഒരുപാട് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാം. അതിൽ ഇയാൾ വളരെ ഗ്ലാമറസായി വരുന്നു, ആഡംബര കാറുകളിൽ വരുന്നു, ഉദ്ഘാടനങ്ങൾ നടത്തുന്നു. ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങളുണ്ട്. ഇതിനിടയിലാണ് ഇയാൾ ഈ കേസിൽ പ്രതിയായത്. എന്താണെങ്കിലും ആദ്യം ശ്രമിച്ചത് ഒരു അപകട മരണത്തിൽ ഭാര്യയ്ക്ക് മരണം സംഭവിച്ചു എന്ന് വരുത്തി തീർക്കാനാണ്. പക്ഷേ അന്വേഷണ സംഘത്തിന്റെ ഇടപെടലിൽ അത് അങ്ങനെയല്ല. അത് ആസൂത്രിതമായിട്ടുള്ള കൃത്യമായിട്ടൊരു മർദ്ദനത്തിലുണ്ടായ കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടു, തെളിഞ്ഞു. ഇപ്പോൾ ഇയാൾ റിമാൻഡിലാണ്. കൂടുതൽ അന്വേഷണം വരാനിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.